വേഗം ആവട്ടെ. ഇവിടം തൊട്ടേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തുടങ്ങണം. നീ പറയുന്ന പോലെ വണ്ടിക്ക് പിക്കപ്പ് ഇല്ലടേ. ഇതൊരു തുടക്കം മാത്രം. ഓ രണ്ട് ചമ്മി. കുറുക്ക ഏതോ ആക്രി കിടന്ന് സെക്കൻഡ് ഹാൻഡ് പാട്ടവണ്ടി മേടിച്ച് ഇറങ്ങിയിരിക്കുക. വെച്ച് കയറ്റിപ്പിടിയണ്ണ. അമ്മമാരെ പൊടി പോലും കാണരുത് നമ്മുടെ പുറകില്. അവന്മാര് പോട്ടടാ. പോയാലും എവിടം വരെ പോവാനാ? നീ ആ കാഞ്ചിയെ വിളിച്ച് കൃത്യമായിട്ട് എവിടെ വരണ്ടെന്ന് ചോദിക്കും. ഹലോ, ഇത് CM അമൃതവല്ലീശ്വരൻ കോവില്. എത്ര കിലോമീറ്റർ? 10. ഓക്കെ. അമൃതവല്ലീശ്വരൻ ക്ഷേത്രം ബോർഡറിൽ ചെന്നിട്ട് 10 കിലോമീറ്റർ റൈറ്റിലോട്ട് പോണം. വേഗം ചവിട്ടി വിട്. അവന്മാരെത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. വരുന്നോ? ഇല്ല, എന്റെ കാര്യം കൂടെ നീ അങ്ങ് പറഞ്ഞാ മതി. അങ്ങനെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലങ്ങളാ. ആ കാഞ്ചി പറഞ്ഞ സ്ഥലം ഇത് തന്നെ ആണോടെ? ഉറപ്പാ. നല്ല മഴക്കോളുണ്ട് അല്ലേ? നീ ആ കണ്ണാടി ഒന്നും ഊരിയേ. സോറി, ഒരു കോള്. അയ്യടാ, എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം, എത്ര ശാന്തസുന്ദരമായ അന്തരീക്ഷം. കുറച്ച് സ്വാമിമാരെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ആശ്രമം തുടങ്ങിയ ഓടോടെ വേണ്ട അല്ലേ? ഇനി ഇവിടെ മുതൽ വച്ചടി കയറ്റമായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. வணக்கம். மீனாட்சி கல்யாணத்துக்கு அலங்காரம் செய்ய கேரளாவிலிருந்து வந்தவங்க நீங்க தானே? ഞങ്ങൾ തന്നെ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. நான் മാനേജർ CM പ്രേമചന്ദ്രൻ. ഇത് ഞാൻ അതിന്റെ MD നജീബ് അയ്യങ്കാർ. ஐயங்காரையா அந்த தலையை கொஞ்சம் എന്തോ നയങ്കാർ. ക്ഷേത്ര പരിസരമായതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ. തമിഴരുടെ ആദിത്യ മര്യാദ കണ്ടില്ലേ? കുറച്ചുകൂടെ വലിയ ഹാരം ഇടാമായിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ചടങ്ങ്. ഇതെന്താ ഒരു കാര്യം ഇല്ലാതെ അടിക്കുന്നോ? വല്ലതും പറ്റി? ഒന്നും പറ്റില്ല. ഞാനിത് എവിടം വരെ പോകുന്നു നോക്കുവായിരുന്നു. അച്ചുവേട്ടൻ ഇല്ലെങ്കിൽ കാണാമായിരുന്നു. ഈ മാലക്ക് വരെ റീത്ത് വെക്കേണ്ടി വന്നേനെ. ഒന്നും കാണാനില്ല. ഞങ്ങൾ രണ്ടും കൂടി എല്ലാത്തിനെയും ഇടിച്ച് നേരത്തെ ആ തടിയന് ഞാനൊരു ചവിട്ട് കൊടുക്കുന്നത് ശ്രദ്ധിച്ചു. ഇപ്പൊ അറിയില്ല, മൂന്നിന്റെ അന്ന് ചുമക്കും. എന്തായാലും ഇതുപോലെ ഒരു അടി കണ്ടിട്ട് കുറെ നാളായി. അത് ശരി, അടി കാണാനാണോ ഞങ്ങളെ കാഞ്ചീപുരത്തേക്ക്? കാഞ്ചീപുരമല്ല, സുബ്രഹ്മണ്യപുരം സിനിമയിലെ സുബ്രഹ്മണ്യപുരമാ. തല എപ്പോഴാ പോണെന്ന് അറിയാൻ. ക്ഷമിക്കണം, നിങ്ങളെ ഇങ്ങോട്ട് വരാൻ എന്നെ കൊണ്ട് പറയിച്ചതാ. ഇല്ലെങ്കിൽ എന്റെ തലയാവന്മാരെടുക്കും. ആരാടോമാര്? മുത്തുപ്പാണ്ടി അവന്റെ ആൾക്കാരുമാണ്. ഏതാ ഈ മുത്തുപ്പാണ്ടി? മീനാക്ഷി സിൽക്സിന്റെ പരസ്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഇവിടുത്തെ ഇവന്റ് ഗ്രൂപ്പിന്റെ മുതലാളി. മീനാക്ഷിയുടെ കല്യാണത്തിന്റെ അലങ്കാരങ്ങൾ അവന്മാരെ ഏൽപ്പിക്കാത്തന്റെ വൈരാഗ്യം തീർത്തതാ. അതിന് വൈരാഗ്യം തീർക്കുന്നത് മുതലാരോടല്ലേ, ഞങ്ങളോടാണ്. അതെ, പല ടൈപ്പ് തല്ലു കൊണ്ടിട്ടുണ്ട്. മാലയിട്ട് സ്വീകരിച്ച് തല്ലു കൊള്ളുന്നത് ആദ്യമായിട്ടാ. അവന്റെ അമ്മൂമ്മയുടെ ഒരു മാല, അവന്റെ അമ്മായിയമ്മയുടെ മാല. എന്തായാലും കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ. വരൂ, നമുക്ക് മീനാക്ഷി ബംഗ്ലാവിലോട്ട് പോവാം. വേണ്ട, തല്ല് വാങ്ങിയിട്ടുള്ള പണി ഞങ്ങൾക്ക് വേണ്ട. അതെ, വന്നിറങ്ങിയപ്പോഴേ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇവന്റ് കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഈ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. പിന്നെ കളറിപ്പയറ്റ് നടത്തി കൈയും കാലും ഓടിക്കുന്നതല്ലേ ഇവന്റ് മാനേജ്മെന്റ്. എന്തായാലും ന്യൂ ഫ്രണ്ട്സിന് അതിന്റെ ആവശ്യമില്ല. അതിനെന്തി വണ്ടി കയറി. എന്തെങ്കിലും പറ്റിയോ നജിക്ക? ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? ആണത്തോ ഇല്ലാത്തവന്മാര് പോട്ടെന്ന്. അച്ചൂട്ടി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ച ചരിത്രമില്ല. ഈ ഇവന്റ് മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് നടത്താൻ ഫ്രണ്ട്സ് ഗ്രൂപ്പ് തയ്യാറാ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇതൊന്നും അറിയാൻ വേണ്ടി ആ നജീബ് കാലൊന്ന് പിന്നോട്ട് ചവിട്ടിയത്. അതെ, പിന്നോട്ട് അല്പം ചവിട്ടിയതേ മുന്നോട്ട് ആഞ്ഞു ചാടാനാ. എന്നാ 4 കാലും പൊക്കൊന്ന് കുതിച്ച് ചാട്, കാണട്ടെ. എവിടെയാണോ മീനാക്ഷി ബംഗ്ലാവ്? അവിടെ ഇവിടെ നീരുണ്ട്, കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. ശരത് കുമാർ அக்கா வந்து பாரு யாரு வந்திருக்காங்கன்னு. யாரு? நம்ம சரத்குமார் இல்லையா? சரத்குமார்? அங்க நம்ம கோவில்ல பார்க்கலையா? நல்ல டிஷம் அவர்தான். ஆமா, அவரா? അവരതൊക്കെ നമ്മ വീട്ടിക്ക് വരണോ? ഇവര് അളിയന്മാരാ, ബെസ്റ്റ് അളിയന്മാരാ. ഇനിയിപ്പോ കല്യാണം കഴിയുന്നവരെല്ലാരും ഇവിടെ ഉണ്ടാവുമല്ലോ. വിശദമായിട്ട് പരിചയപ്പെടാം. കാഞ്ചി, നമ്മുടെ ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക്. ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിക്കട്ടെ. ശരി, വന്നാട്ടെ. അല്ല, എല്ലാരും കൂടി ഒരു ഔട്ട് ഹൗസിലാണോ താമസിക്കുന്നത്? പിന്നെ അല്ലാതെ. അത് പറ്റത്തില്ല. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരുടെ കൂടെ താമസിക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ, എന്ത് അത്ഭുതം! ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് അളിയൻ ഇങ്ങോട്ട് പറഞ്ഞു. ഇതുകൊണ്ട് തന്നെയാ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവിടെ അടുത്ത് ലോഡ്ജ് വല്ലതും ഉണ്ടോ? അയ്യോ, അതങ്ങ് ദൂരെ സിറ്റി പോണം. സിറ്റിയിലേക്ക് എന്ത് ദൂരമുണ്ട്? 10-35 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, അത്ര ഉള്ള. എന്താ ഇവിടെ?
ஆரா இவருக்கு ഇവര് കല്യാണ ഡെക്കറേഷൻ കേരളത്തിൽ നിന്ന് വന്നവരാ. ஓ அப்படியா கேரளாவில் எப்படி மழை இருக்கா മഴയേ ഉള്ളു, നല്ല ചൂടാ. ഇത് മുതലിയാരയ്യ കാലത്തൊട്ട് അനുഗ്രഹമാണ്. മുതലേറിയ ഞാൻ നജീബയ്യ. കഴിഞ്ഞ போதும் புலிகளை கொண்டு வந்திருக்கா പുലിയാ? പുലിക്കളിയാണ് ഉദ്ദേശിച്ചത്. അയ്യാവക്ക് പുലിക്കളി എന്ന് വെച്ചാൽ ജീവനാ. അതിനുവേണ്ടി ലക്ഷങ്ങൾ തൊലയ്ക്കും. പുലികളൊക്കെ പുറകെ വരും. ഇപ്പൊ ഒരു ആനയുണ്ട് കൂടെ. யானையா എവിടെ ആന ഇടഞ്ഞു നിക്ക. ഏത് നിമിഷവും ചിഹ്നം വിളിച്ചിങ്ങി വരാം. யானை எப்ப வந்தாலும் எப்படி வந்தாலும் എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് തന്നെ തളയ്ക്കണം. അത് ഇവരെ രണ്ടാളെയും തളയ്ക്കാൻ ഒരു സ്ഥലം വേണം. തളയ്ക്കാനോ? അല്ല, താമസിപ്പിക്കാൻ. അതിന് എന്റെ ബംഗ്ലാവ് ഉണ്ടല്ലോ. അതെവിടെയാ? ദോ ആ കാണുന്നു. അവിടെ പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടല്ലോ, എന്റെ 2 ഭാര്യമാർ. ഓ, ആശ്വാസമായി. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. ஐயா இவங்க வந்து நித்திய பிரம்மச்சாரி. நாம எல்லாம் டீசன்ட் பார்ட்டிஸ் ஐயா. செப்பரேட் அகாமடேஷன் கிடைச்சா ரொம்ப நல்லா இருக்கும். அப்படியா? ஆமா. காஞ்சிநாதா, ஐயா. நீ இவங்களை எல்லாம் கூட்டிட்டு போங்க. நீங்க 2 பேரும் என் கூட வாங்க. ஓகே அண்ணாச்சி. ചെല്ലിങ്. വാങ്ങ. ഇങ്ങ വല്ല നല്ല മൊയിലിയാര്. ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറി വാ. വലുത് ആലോചിച്ച് എന്തോന്ന് ഗൃഹപ്രവേശം. തിരിച്ചു പോകാൻ നേരത്തെ പുറത്തെടുത്ത് വെക്കാൻ കാലുണ്ടായാ മതിയായിരുന്നു. അതൊന്നും ഉണ്ടാവൂല. കാലുണ്ടാവില്ലേ? അതല്ല, ഒരാപത്തും ഉണ്ടാവൂല. ഒക്കെ കാമാക്ഷിയമ്മ നോക്കിക്കോളും. കാമാക്ഷിയമ്മയോ? അതാര്? കണ്ടില്ലല്ലോ. കാഞ്ചി കാമാക്ഷി, സാക്ഷാൽ പാർവതി ദേവി. ഓ, കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് 10-35 കിലോമീറ്ററോളം വരും. അതിനടുത്ത് തന്നെയാണ് ഏകാംബരനാഥ ക്ഷേത്രം. ഇതാണ് ബെഡ്റൂം. എന്നാ ക്ഷേത്രത്തിലെ ഉത്സവം? പങ്കുനി ഉത്തര ഉത്സവത്തിന് കൊടിയേറാൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ. കൊടിയേറി 10ാം നാളാണ് ഏകാംബരനാഥരുടെയും കാഞ്ചി കാമാക്ഷിയുടെയും കല്യാണം നടന്ന തിരുക്കല്യാണ നാൾ. അന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട 100 കണക്കിന് പെൺപിള്ളേരുടെ കഴുത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ഒരുമിച്ച് താലികെട്ട് നടക്കും. അതാണ് കാഞ്ചീപുരത്തെ പ്രധാന വിശേഷം. എന്തൊരു കാഴ്ചയായിരിക്കും അല്ലേ നജിക? എന്താ നിനക്കൊന്നുകൂടെ കെട്ടണമെന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കൊന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ട്. ഇവിടെ നല്ല കുട്ടികളെ കിട്ടും. വന്ന് ഇറങ്ങിയപ്പോ തന്നെ കിട്ടിയതൊന്നും പോരെ. അയ്യോ, ഈ കുട്ടിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ. ആ, അതല്ലേ കല്യാണ പെണ്ണ് മീനാക്ഷി. അതെയോ? ഇതാണ് എന്റെ അച്ഛൻ ശങ്കർലിംഗ മുതലിയാർ. അപ്പാ വണക്കം. ഇതാണ് എന്റെ അമ്മ ഭാഗീരഥി ഭായി തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടിയായിരുന്നു? രാജരക്തമായിരുന്നു. പൊക്കി പറയുന്നു വിചാരിക്കരുത്. ഈ തള്ളേടം തന്തേടം തറവാടിത്തം കണ്ടു കഴിഞ്ഞാല് മുതലിയാർ ഇവരുടെ മകനാന്ന് ആരും പറയേ. വാങ്ങോ, അടുത്ത ലിംഗത്തെ കാണാം. ഇതാണ് ഞങ്ങളുടെ വല്യമ്മാവൻ രാമചന്ദ്രലിംഗ മുതലിയാർ. അയ്യോ, ഇത് MGR അല്ലേ? നല്ല സാമ്യമുണ്ടല്ലേ? MGRും ഞങ്ങളുടെ ഒരു ലിംഗത്തിൽപ്പെടും. ഇതേത് ലിംഗത്തിൽപ്പെടും? ഇതെന്നോട് മകൻ ശരവണലിംഗം, മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിളെ. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അവൻ അങ്ങനൊന്നുമില്ല, എന്ത് ചെയ്യാനും തയ്യാറാ. എന്ന് വെച്ചാ പണിയൊന്നുമില്ല. നമുക്ക് പണിയാവോ? ഇതെന്നോട് പെരിയ വീട് വിശാലാക്ഷി. വിശാലായിട്ട് വരുന്നത് കണ്ടപ്പോഴേ തോന്നി. ഓഹോ, അപ്പാ, ഔട്ട് ഓഫ് സ്നാൻ കാട്ടി കൊടുക്കറേ അപ്പാ. ഇത് എന്നോട് ചെല്ല കിളിമകൾ മരതകം. ചെല്ല വാങ്ങ. വാങ്ങ്. എന്നാ ബോഡി രാജനട. ആമ്പിളെന്നെ ഇപ്പടി ഇരിക്കണം. നീ എങ്ങനെ അധികം ഇറുക്കണ്ട. ഉള്ള പൊടി ഔട്ട് ഹൗസ് പക്കം എത്തി പാത്രയും തെരഞ്ഞ തൊലച്ചിടവൻ ജാഗ്രത. പൊടി കാഞ്ചി കാമാക്ഷി, വെളുക്കാൻ തേച്ചത് പാണ്ടാകക്കൂടാത്. ഇവിടെ രാത്രിയിലെ ഭക്ഷണം എങ്ങനെയാണ്? ഇവിടുന്ന് തരോ അതോ പുറത്തു പോയി അത് കഴിക്കണം? പാപ്പാത്തി തരും. അയ്യോ, ചപ്പാത്തി ഒന്നും വേണ്ട. ഞങ്ങൾക്ക് വല്ല ഫ്രൈഡ് റൈസോ നൂഡിൽസോ എന്തെങ്കിലും മതി. പാപ്പാത്തി എന്ന് പറഞ്ഞത് ഇവിടത്തെ വേലക്കാരുടെ പേരാ. അപ്പൊ അവളുടെ അമ്മയുടെ പേര് പൊറോട്ട എന്നായിരിക്കുമല്ലോ. ഒന്നും മിണ്ടാതിരിക്കും. ഇത് വല്ല സീരിയലിലെ യക്ഷികൾക്ക് വാടക കൊടുക്കാൻ പറ്റും. ഉള്ള വന്ന് പാരുങ്ക. വാതില് ചെറുതാ. നിങ്ങ കല്യാണ മണ്ഡപം കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ? തിരിച്ചു വരുമ്പോഴേക്കും ശുദ്ധം ചെയ്ത് തരാം. കൂപ്പിട്ടിയമ്മ. ഇതാ പാപ്പാത്തി. ഇത് ചപ്പാത്തിയും പൊറോട്ട ഒന്നുമല്ല, മസാല ദോശയാ. ഒന്നും വാ അടക്കട. അടക്കാൻ തോന്നണില്ല. ഞാൻ അടപ്പിക്കണോ? എല്ലാം കൂട്ടി പറക്കി ശുദ്ധ പണി അരമന മാതിരി ആക്കിടണം. എന്നാ ശരി. എന്നാ പോ, തുടപ്പെല്ലാം എടുത്തിട്ട് വാ. உங்களுக்கு തിരുമണമാച്ചാ? അച്ചുവണ്ണൻ അങ്ങനെ പ്രത്യേകിച്ച് തിരുമണമെന്നില്ല. എനിക്ക് പാപ്പാത്തിയെ കൊണ്ട് തിരുമിച്ചാ കൊള്ളാന്നുണ്ട്. അതല്ലേ കല്യാണമാച്ചാന്നാ ചോദിച്ചത്. എനിക്ക് കല്യാണവുമായി 4-5 കൊച്ചുങ്ങളുമായി. എപ്പോ? അപ്പടിയാ? ശരി, വരെ. எங்க அப்பா மாதிரி ஒரு சின்ன வீடு கட்டிக்கிறியா? പാവൻ കുട്ടി, പണത്തിന്റെ ഒരു അഹങ്കാരം ഇല്ല. ഒരു ചിന്ന വീട്ടിൽ താമസിക്കണമെന്ന് അതിന്റെ ആഗ്രഹം. എടാ പൊട്ട, ചിന്ന വീടെന്ന് പറഞ്ഞ 2ാം ഭാര്യ എന്ന അർത്ഥം.
മുളച്ച് 3 ഇല വിരിഞ്ഞില്ല, അതിനു മുമ്പ് കേട്ടില്ലേ അവളുടെ? അച്ചുവേട്ടാ സൂക്ഷിക്കണം. പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കുന്ന പ്രായമാണ്. ഞാനും ഒന്ന് സൂക്ഷിച്ചേക്കാം. ആ മൂക്കത്താ ചുണ്ടി ഒറ്റക്കൊമ്പനെന്നാ നാട്ടിലെല്ലാരും വിളിക്കണേ. അച്ഛനേക്കാൾ എനിക്ക് ഓർമ്മ ഏട്ടനെയാ. എന്നെ വലിയ ഇഷ്ടാ. പക്ഷേ ഇപ്പൊ ആ മുഖത്ത് നോക്കാൻ പോലെ എനിക്ക് പേടിയാ. മീനുവാക്കാ അവര് മാരീഡ് தான். 4-5 குழந்தைகள் இருக்கு. யாருக்கு? நம்ம சரத்குமாருக்கு. சும்மா இருடி. இது அவரோட தங்கச்சி. உங்க அண்ணனுக்கு இவளை சரத்குமார்னா പേരിട്ടിരിക്കുന്നത്. ഏട്ടൻ എത്ര പിള്ളേരുണ്ടെന്നാ പറഞ്ഞത്? 4-5. കഴുത. അവർക്ക് ഇനി കല്യാണമേ ആകല. நிஜமா? அவரோட அனுவாதம் இல்லாம இந்த தங்கச்சி அவரோட ஃப்ரெண்ட கேட்டுக்கிட்டா. அதனால அப்படியா? அப்பா இப்பதான் மூச்சு சரியாய் வந்தது. ஒண்ணுல മാമാവിടെ ചിന്ന വീട്ടിലെ ഒരേ ഒരു മോളാ. ഞാൻ വന്നാ പിന്നെ എന്റെ വല തൂങ്ങും. 2 ഭാര്യമാരും ഒരേ വീട്ടിലാണ് താമസം. ഈ നാട്ടിൽ അതൊന്നും വലിയ കാര്യമല്ല. അൻപക്കൊന്ന് ആശയ്ക്കൊന്നെന്നാ ഇവിടുത്തെ ചൊല്ല് തന്നെ. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വലിയ സ്വത്തൊക്കെയുള്ള ആളാവുമ്പോ ഞങ്ങളോടൊക്കെ മിണ്ടുന്ന പോലും വിചാരിച്ചതല്ലേ. സത്യം പറഞ്ഞ എന്നെക്കാളും സ്വത്തുകാരി ആദരയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഈശ്വര, എന്തേ പറയണേ? നമുക്കിഷ്ടമുള്ള, നമ്മളോട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. എന്ന് വെച്ചാ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് വിശ്വാസമുള്ള ആരോടെങ്കിലും തുറന്നു പറഞ്ഞാ ഇത്തിരി ആശ്വാസം കിട്ടും. തുറന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. സത്യമായി சொன்னா ഞാൻ മുതലേരല്ലേ. നിങ്ങളെപ്പോലൊരു മലയാളിയ. നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? അയ്യോ, മദ്യപിച്ചിട്ട് ഇങ്ങനെ അച്ഛനെ അമ്മയും തള്ളി പറയാം. ഞാൻ പറയും. ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറെ ഒരു ദരിദ്രവാസിയായിരുന്നു. കഷ്ടം. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തോർത്തും വിറ്റിടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറ കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? കരയരുത്. എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലയാര് പെണ്ണിനെ കെട്ടി, മീനാക്ഷി അമ്മ. അങ്ങനെ വെറും ശങ്കരലിംഗം മുതലയാരായി. പിന്നെ ഒറ്റ കേറ്റമായിരുന്നു. തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല, പിന്നെയും ശങ്കരൻ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, പഴമൊഴി. ഇത് ബിസിനസ്സിലേക്കുള്ള കയറ്റം. വെച്ചിടി കയറ്റം. ഓ, പക്ഷെ ചാകാൻ നേരത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്തുമൊഴി എഴുതി വെച്ചിട്ട് വെള്ളമിറങ്ങാതെ ഗോവിന്ദ എന്ന് പറഞ്ഞ് മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കെട്ടി ഒരു മുതലയാര് പെണ്ണിനെ. പക്ഷെ അവിടെ തന്തയുടെ സ്വത്തെല്ലാം ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോയി. പാപ്പരായ കാമാക്ഷി എന്റെ തലയിലുമായി. പക്ഷെ എന്റെ മോൻ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു കോടീശ്വരനാവും. മീനാക്ഷി സിൽക്ക് കൈ വെള്ളയിലിട്ടിങ്ങനെ അമ്മാനെ പാടും. എന്നിട്ട് മുള്ളിനെ മടക്കി കുതിയിട്ട് ഈശ്വര എന്തായി കാണിക്കുന്നത്? ഔട്ട് ഹൗസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്ന് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന്. അതെ, ഒന്നും തോന്നരുത് കേട്ടോ. ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നത്. എത്ര ഓടിച്ചാലും ഞാൻ ബോധം വിടില്ല. ഈ ശ്രീരാമലിംഗ സ്റ്റഡി ആയിരിക്കും. സ്റ്റഡി ആയിട്ട് നിൽക്കും. എനിക്കറിയാത്തതല്ലോ. രാത്രി കുട്ടേറ്റ് പറഞ്ഞത്. ഇതാണ് ഓരോരുത്തരുടെ തനി സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളിൽ ചെല്ലണമെന്ന് പറയണത്. കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമോന്നാ എന്റെ പേടി. സിറ്റിയിലെങ്ങാനും താമസിച്ചാൽ മതിയായിരുന്നു. കുറച്ച് ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും പറയണത്. ഇവിടെ വലിയ ശല്യമൊന്നും ഇല്ലാട്ടാ. സാപ്പാട് എങ്ക വെക്കരുത്. പാപ്പാത്ത് എവിടെ വെച്ചാലും എനിക്ക് സമ്മതം എന്താ? അയ്യോ, ഇപ്പൊ അതൊന്നും വേണ്ട. എടാ, വിളമ്പി തരണോന്നാ ചോദിച്ചത്. എന്നാ വിളമ്പിക്കോ. വേണ്ട, ഞങ്ങൾ വിളമ്പിക്കോളാം. പൊയ്ക്കോ. சரிங்கய்யா. ആ 2 കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പോയി വിളമ്പടാ. ആ കുട്ടി വെറും പാവോ. ഏത് കുട്ടി? മീനാക്ഷി. ഏയ്, അത് പാവൊന്നുമല്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള പെണ്ണ. സ്വത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്നോട് മനസ്സ് തുറന്ന് കൊറേ കാര്യങ്ങൾ സംസാരിച്ചു. അല്ലേലും മനസ്സ് തുറപ്പിക്കാതിനൊക്കെ നല്ല മിടുക്കാണല്ലോ. കട്ടിക്കിടിച്ചാ തുറക്കാത്ത എന്റെ മനസ്സ് മേശ വലിപ്പ് തുറക്കും പോലെ ഈസി ആയിട്ട് തുറന്നു കളഞ്ഞില്ലേ? ദേ നജീക, നിർത്തി. മീനാക്ഷിയെ കണ്ടപ്പോ ഏതോ മുജ്ജന്മത്തിൽ പരിചയമുള്ള ഒരാളെ കണ്ട പോലെയാ എനിക്ക് തോന്നിയത്.
ഒരുപക്ഷെ ഈ മീനാക്ഷി കഴിഞ്ഞ ജന്മത്തിൽ ആതിരയുടെ അമ്മായി അമ്മായിരുന്നിരിക്കും. എന്തിന് അമ്മായി അമ്മ നാത്തൂനായ പോലെ? ഏയ്, കഴിഞ്ഞ ജന്മത്തിലെ അമ്മായി അമ്മയാണ് ഈ ജന്മത്തിലെ നാത്തൂനായി ജനിക്കുന്നത് ആണോ എന്ന് ചിലരൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ആ കുട്ടി എന്റെ നാത്തൂനായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയി. അത് പ്രശ്നമല്ല. കഴിഞ്ഞ ജന്മത്തിൽ മീനാക്ഷിയുടെ അമ്മായി അമ്മയായിട്ട് ജനിക്കണേ എന്ന് പ്രാർത്ഥിച്ചാ മതി. അപ്പൊ ഈ ജന്മത്തിൽ അതിന്റെ നാത്തൂനാവും. ഏ? എങ്ങനെ? മനസ്സിലായില്ലേ? ഈ ജന്മത്തിലെ നാത്തൂനായിട്ട് ജനിക്കണേ. നീ ആ പപ്പടം ചേർത്ത് ദേ, ഇത് രാജ്യം വേറെയാണ്. ഇതങ്ങനെ മുതലേറെ ആൾക്കാർ കേട്ടാലുണ്ടല്ലോ, ആ നിമിഷം നമ്മളെ എല്ലാരെയും ബാക്കപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വേണ്ട. നമ്മളെ പറഞ്ഞു വിട്ടാലേ ആ ഒറ്റ കൊമ്പൻ ഇവന്റെ മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങിക്കളയും. ഈശ്വരാ രക്ഷിക്കണേ. അവര് എന്നോട് നോണ പറഞ്ഞു അല്ലേ? നോണയാ? ആ, 4-5 മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതാണോ? നീനുമൊക്കെ താൻ പറഞ്ഞത് നിങ്ങക്ക് കല്യാണമേ കിട്ടിക്കില്ലേന്ന്. இவனை நம்ம அவுட் ஹவுஸ்ல தங்க வச்சதே தப்பு. மலையாளத்தை மாதிரி நம்ப கூடாது. பொம்பளைகளை வசீகரிக்கிற கூடோத்திரம் அவங்களுக்கு நல்லா தெரியும். கூடோத்திரம் வசியம் அவங்க பாஷையில கூடோத்திரம் தான் சொல்லுவாங்க.